CSK വേഴ്സസ് MI മാച്ചിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു സഞ്ജു സാംസൻ്റെയും അഖീൽ ഹുസൈൻ്റെയും. സഞ്ജു സാംസൻ്റെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് നമുക്ക് കാണാൻ പറ്റി. അതേപോലെ അഖീൽ ഹുസൈൻ്റെ നല്ല വെടിക്കെട്ട് ബോളിങ്ങും കാണാൻ പറ്റി. അത് 4 വിക്കറ്റാണ് പുള്ളിക്കാരൻ നേടിയിരിക്കുന്നത്. അത് നല്ല ക്രൂഷ്യൽ വിക്കറ്റ്സാണ് പുള്ളിക്കാരൻ ആദ്യം തന്നെ നേടിയിരിക്കുന്നത് പവർ പ്ലേയിൽ തന്നെ. എന്നാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ CSKയുടെ ബാറ്റിംഗ്. അത് CSKയുടെ ബാറ്റിംഗ് പ്യുവറായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സഞ്ജു സാംസണെയും ആയുഷ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഇവർ രണ്ടുപേരും പെർഫോം ചെയ്തില്ലെങ്കിൽ ഇവരുടെ CSKയുടെ ബാറ്റിംഗ് ഭയങ്കരമായിട്ട് കൊളാപ്സ് ആവുന്ന പോലെ ഫീൽ ചെയ്തു. അതായത് ഇപ്പോൾ സഞ്ജു സാംസൺ അല്ലെങ്കിൽ ആയുഷ് മതി ഇവർ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് ബാറ്റ് ചെയ്യുന്നത്. അതായത് എന്തിനാണ് ഈ കാർത്തിക് ശർമ്മയ്ക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. അതിന് പകരം ഉർവിൽ പട്ടേൽ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്. പുള്ളിക്കാരൻ പ്രൂവണാണ്, നല്ല രീതിയിൽ നല്ലൊരു പ്ലെയറാണ്, പ്രൂവണാണ്. പക്ഷേ പുള്ളിക്കാരൻ ഇതുവരെയായിട്ട് ഒരു ചാൻസ് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ കാർത്തിക് ശർമ്മയ്ക്ക് പകരമായിട്ട് പ്രശാന്ത് വീറിന് കൊടുക്കായിരുന്നു. പുള്ളിക്കാരൻ ഒരു 45 സംതിങ് എന്തോ അടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും പ്രൂവൺ ആയിട്ടുള്ള, അതായത് കളിക്കുന്ന ആൾക്കാർക്ക് അവസരം കൊടുക്കാതെ എന്തിനാണ് ഈ കാർത്തിക് ശർമ്മയ്ക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുക്കുന്നത് എനിക്കറിയാൻ പാടില്ല. കാർത്തിക് ശർമ്മ ഭയങ്കര ഫ്ലോപ്പാന്ന് ഒരു 4-5 മാച്ചായിട്ട് കൊടുത്തു. പുള്ളിക്കാർ കാര്യമായിട്ടൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വീണ്ടും പുള്ളിക്കാരൻ തന്നെ വീണ്ടും ചാൻസ് കൊടുക്കുന്നത് എന്താണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായി. ഇനി അടുത്ത് ഗുജറാത്ത് ആയിട്ടുള്ള മാച്ചിൽ അത് ഇവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ കുറച്ച് മാറ്റം വരുത്തിയില്ലെങ്കിൽ അത് കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എല്ലാ മാച്ചിലും സഞ്ജു സെഞ്ചുറി അടിക്കണമെന്നില്ല. അത് സഞ്ജുവിനെയും ആയുഷിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു ടീമിനെ മുന്നോട്ട് പോകുന്നത് എനിക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.